LDF ഭരണസമിതിക്കെതിരെ ഇന്ന് അവിശ്വാസം ചർച്ച ചെയ്യാനിരിക്കെയാണ് നാടകീയമായ കടത്തിക്കൊണ്ടുപോകലുണ്ടായത്. പിന്നീട് കലാരാജുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ആ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം മാത്യു കുഴൽനാടൻ MLA അടക്കം അവിടെയുണ്ട്. UDFന് അനുകൂലമായാണ് കലാരാജു വോട്ട് ചെയ്യാനിരുന്നത്. നഗരസഭാ ചെയർപേഴ്സൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നാണ് കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയത്. പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി കോൺഗ്രസ് ഉയർത്തുന്നത് ഇതെല്ലാം പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു, പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, വലിയ വിമർശനം CPM നേതൃത്വത്തിനെതിരെ, പോലീസിനെതിരെ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. കലാരാജുവിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ? അശ്വിൻ പാലാഴിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. തന്നെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു, കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു, വണ്ടിയിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു. നഗരമധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരു തർക്കം നടക്കുന്നതിനിടെ തൻ്റെ വസ്ത്രം വലിച്ചൂരാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് പാർട്ടി ഓഫീസിലെത്തിച്ച് കാലുവെട്ടും എന്നുള്ള ഭീഷണി മുഴക്കി. ആദ്യം അനുനയത്തിൻ്റെ ഭാഷയിലാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സംസാരമുണ്ടായതെങ്കിൽ പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലേക്ക് അത് മാറി. കാലുവെട്ടും എന്നുള്ള ഭീഷണി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്ത് എന്നുള്ള കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്നാണ് കലാരാജു ഇപ്പോൾ പറയുന്നത്. അവിശ്വാസത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെച്ചു. പക്ഷേ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഭീഷണിയിലേക്ക് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് കലാരാജു പറയുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, പുതിയ വിവരങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഈ വിഷയം ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ നിയമ നടപടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തുടർ നടപടി എന്ന നിലയിൽ കലാരാജു ആലോചിക്കുന്നത് എന്താണ്? റീജിത്ത്, ഇന്ന് രാവിലെ മുതലുണ്ടായ സംഭവങ്ങളാണ് അല്പസമയം മുമ്പ് കലാരാജു നമ്മളോട് വിശദീകരിച്ചത്. പൊതുജനങ്ങളോട് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ കലാരാജു പറഞ്ഞത്. വലിയ ആക്രമണമാണ്, ക്രൂരതയോടെയുള്ള ആക്രമണമാണ് ഇന്ന് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ കലാരാജു മാത്യു കുഴൽനാടൻ MLAയുടെ വാഹനത്തിൽ ഈ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇവിടെ കലാരാജു സുരക്ഷിതയല്ല എന്നുള്ളതാണ് പറയുന്നത്. അല്പസമയം മുമ്പ് ഈ കോൺഗ്രസ് നേതാക്കളടക്കം അവിടേക്ക് ചെന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അതിനെക്കുറിച്ച് അവർ വ്യക്തമാക്കിയിരുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത തരത്തിൽ പോലീസ് പെരുമാറിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ ഭീഷണി ഇപ്പോഴും ഈ ആശുപത്രി പരിസരത്ത് പോലും നിഴലിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ജീവന് പോലും ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് മാറ്റുന്നതെന്നാണ് പറയുന്നത്. മറ്റൊരാശുപത്രിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ മാറ്റുന്നു. ആ വാഹനത്തിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. കലാരാജു പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു ഇതിൽ CPMന്റെ എതിരെ CPM ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പം ചേരുമെന്ന് പറഞ്ഞതിന് അതിനിടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന വഴി കാലിൽ ഡോറ് കുടുങ്ങി എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ അത് വലിച്ചിഴച്ചുകൊണ്ട് ഒരു DYFI നേതാവാണ്. അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ഓഫീസിൽ ചെന്നിട്ട് വെട്ടിയെടുത്ത് തരാം എന്നുള്ളൊരു മറുപടിയാണ് കലാരാജുവിനോട് DYFI നേതാവ് പറഞ്ഞത് എന്നവർ പറയുന്നുണ്ട്. ഇത്രയും കാലം പാർട്ടിക്കൊപ്പം നിന്നൊരാളാണ്. ഇത്തരത്തിലുള്ള നിലപാടെടുത്തപ്പോൾ ഇത്തരത്തിലുള്ള മറുപടികളാണ് വരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. 4 മാസം മുമ്പ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പരാതി നൽകിയിരുന്നതായി പറയുന്നു. ആ പരാതിയിൽ ഒരു മറുപടിയും ഇത്രയും കാലമായിട്ടും തന്നിരുന്നില്ല. തുടർന്നാണ് ഇങ്ങനെ കടുത്ത നിലപാടുകളിലേക്ക് പോകേണ്ടി വന്നത് എന്ന് കലാരാജു പറയുന്നുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത വലിയ ഭീഷണി അവർക്ക് നേരിടേണ്ടി വന്നു. അവരുടെ വസ്ത്രം പൊതുമധ്യത്തിൽ കൂത്താട്ടുകുളം ടൗണിലാണ് ഈ നഗരസഭാ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതിന് മുന്നിലേക്ക് രാവിലെ കലാരാജു എത്തിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വാഹനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ സമയത്ത് ഇവരുടെ സാരി വലിച്ചൂരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് കലാരാജു വിമർശനങ്ങളൊക്കെയും പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവരെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതിനിടെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ മാത്യു കുഴൽനാടൻ ആളുകൾ ഇവിടേക്ക് എത്തിയത്. ആ നടപടികൾ ഫോണിൽ ചിത്രീകരിക്കുന്നതിനിടെ ഫോൺ തട്ടിപ്പറിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവങ്ങളെല്ലാം മാത്യു കുഴൽനാടനോട് അവർ വിശദീകരിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് വസ്ത്രം അഴിച്ചു മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പോലീസ് ഈ ദൃശ്യം ചിത്രീകരിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുന്നത്. എന്തായാലും പുറത്തു വന്ന കാര്യങ്ങൾ അല്പം ഞെട്ടിക്കുന്നതാണ്. തട്ടിക്കൊണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കലാരാജു തന്നെ വ്യക്തമാക്കുമ്പോൾ എത്രത്തോളം ക്രൂരമായിരുന്നു ആ കൊണ്ടുപോക്ക് എന്നുള്ളതാണ് കൂടുതൽ വ്യക്തമാകുന്നത്. എന്തായാലും അത് തുടർ നടപടികൾ പാർട്ടിയുമായി സഹകരിക്കണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഗഹനമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കും എന്നുള്ളതായിരുന്നു കലാരാജുവിൻ്റെ മറുപടി. ഇപ്പോഴും ആരോഗ്യസ്ഥിതി മോശമാണ്, ചില അസ്വസ്ഥതകൾ അവർ അനുഭവിക്കുന്നുണ്ട്, നടക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഈ വീൽ ചെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ പുറത്തേക്ക് വന്നത്. ഇനി മറ്റൊരു ആശുപത്രിയിൽ ഇന്ന് ചികിത്സയിൽ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരീജിത്ത്.
അശ്വിനി, കലാരാജു പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. പക്ഷേ അതിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ല. പിന്നീടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്നവർ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നു അവർ ഉയർത്തിയ പ്രശ്നം? നേതൃത്വം സ്വീകരിച്ച സമീപനം എന്താണ്? ഇപ്പോഴിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴുണ്ടാകുന്നത്. അതിൽ ഏറ്റവും ഒടുവിലുണ്ടാകുന്ന സംഭവവികാസങ്ങളിൽ CPM നേതൃത്വം പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അശ്വിൻ? ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നാലെ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് CPM നേതാക്കളുടെ പ്രതികരണം വന്നത്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി ഉയർന്നു. അത് മുഖ്യമന്ത്രിക്കും DGPക്കും മുന്നിൽ പരാതിയായി വന്നു. പിന്നീട് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കുടുംബം തന്നെ പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് മകളും മകനും ചേർന്നാണ്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം നഗരത്തിൽ രാവിലെ മുതൽ അരങ്ങേറുന്നതിനിടെയാണ് CPMൻ്റെ ഔദ്യോഗിക പ്രതികരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒരു തട്ടിക്കൊണ്ടുപോകലും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CPM നേതൃത്വം പറയുന്നത്. അതായത് ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം 13 പാർട്ടി അംഗങ്ങൾക്കും 13 കൗൺസിലർമാർക്കും CPM നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ആരും ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. കലാരാജുവും അവരുടെ 13 അംഗങ്ങളിൽ പെട്ട ഒരാളാണ് എന്നുള്ള ഒരു ന്യായീകരണമാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും അവർക്കറിയില്ല. കലാരാജു എവിടെയാണ് എന്ന് പോലും അറിയില്ല എന്നാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുമായ വ്യക്തി ഇന്ന് ഇതിനുശേഷം ഈ സംഭവങ്ങൾക്കിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണം. പക്ഷേ അതേസമയം തന്നെയാണ് കലാരാജു CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ തന്നെ ഇറങ്ങിപ്പോയ ദൃശ്യങ്ങളും കേരളം കണ്ടത്. എന്തായാലും ഈ ന്യായീകരണങ്ങളിലൊക്കെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുമൊക്കെ അപ്പുറത്തേക്ക് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണം കൂടിയാണ് കലാരാജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാത്തിനും വിവരങ്ങൾ നൽകുക.